ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെയും കൊണ്ട് എന്തെങ്കിലും ഒരു വഴിക്ക് പോകാനാണെങ്കിൽ കറക്റ്റ് സമയത്ത് ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഈ റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല ടൈം എടുക്കും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എപ്പോഴൊക്കെ കറക്റ്റ് സമയത്തിന് ഇറങ്ങണം എന്ന് വിചാരിച്ചാലും എൻ്റെ ഒരു കാര്യത്തിൽ അത് ഒരിക്കലും നടക്കാറില്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവമായിരുന്നു ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ, അതായത് ശ്രുതിയും പാറൊക്കെ വീട്ടിലുള്ള സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോകണമെന്ന്. പക്ഷേ എവിടെ പോകണമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഒരു പ്ലാൻ ഇട്ടതാണ് ഞങ്ങളെല്ലാവരും കൂടി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ലൈറ്റ് ഹൗസിൽ പോയിട്ടുണ്ടായിരുന്നു. അതും അൺഎക്സ്പെക്റ്റഡ് ആണ്. അതായത് പോകണം, അവിടെ പോകും ഞങ്ങൾക്കൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ച് അങ്ങോട്ടേക്ക് പോയത് തന്നെ. അതുപോലെ ഒരു ദിവസമാണ് ഇന്നും. ഇതും അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല. ഞങ്ങൾക്കാണെങ്കിൽ ആകെ കൊല്ലം മാത്രമേ ഉള്ളൂ പോകാൻ വേണ്ടിയിട്ട്. കാരണം അത്ര സമയം ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ അങ്ങ് ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് സമയപരിമിതി ഉള്ളതുകൊണ്ട് കാരണം ഞങ്ങൾ കൊല്ലത്തുള്ള എവിടെയെങ്കിലും പോകണമെന്നാണ് അടുത്ത ദിവസം വിചാരിച്ച് ഞങ്ങൾ വീണ്ടും ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് കുറേ പേരുടെ സജഷൻസ്. ഞങ്ങളിങ്ങനെ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് കണ്ടപ്പോഴത്തേക്കും കുറേ പേരിങ്ങനെ പോകുന്നതായിട്ടൊക്കെ വീഡിയോ ഇട്ടൊരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇവിടെ പോയിട്ടുള്ളവർക്ക് ഏകദേശം എവിടെയാണെന്ന് സ്ഥലം പിടിയിട്ട് കാണും. ഇത് വേറെ കൊല്ലത് സാമ്പ്രാണിക്കൊടി കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. പണ്ട് കുറേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് അവരിങ്ങനെ സ്റ്റോറിയും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേവരെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇവരെല്ലാവരും കൂടി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പിള്ളേരെ സെറ്റും കൂടി ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. കൂടെ നമ്മുടെ ആശിക്കുട്ടനും ഉണ്ടേ. അങ്ങനെ ഇതെന്ന് വെച്ചാൽ നമ്മളൊരു ഐലൻഡിലാണ് പോകണം. അതായത് വെള്ളത്തിൻ്റെ നടുക്കായിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ബോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കിന് കുറേ പേര് അങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ വാട്ടർ റൈഡിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. വാട്ടർ റൈഡ് മീൻസ് ഞാൻ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ ഇനി ഞങ്ങളുടെ അടുത്ത പ്ലാനാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വണ്ടർല. ഇനി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ അതാണ്. ഒരിക്കലും നടക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ പ്ലാൻ ഒരിക്കലും അങ്ങനെ നടക്കാറില്ല. പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങളാണ് എപ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി ഇവിടെ കയറിയപ്പോൾ തന്നെ ഞങ്ങൾ പ്ലാൻ കിട്ടും നമ്മൾ ഇനി അടുത്ത വണ്ടർലയാണെന്ന്. പക്ഷേ ഉണ്ടല്ലോ, ഇതേ വരെ അത് നടന്നിട്ടില്ല. ഓക്കെ, അതൊക്കെ പോട്ടെ, അതൊക്കെ പറയാൻ എനിക്ക് വലിയ കഥയാണ്. അങ്ങനെ തന്നെ ഞങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. ഒരുപാട് പേരിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങ് ഇറങ്ങിക്കോളാം കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതുപോലെ ബോട്ടിലൊക്കെ ചെന്നിട്ട് വെള്ളത്തിൻ്റെ നടുക്കൊക്കെ ഇറങ്ങുന്നത്. ഒരു പ്രത്യേക ഫീലായിരിക്കുമല്ലോ. അങ്ങനെ മുമ്പ് വണ്ടർലയിൽ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ പൊങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ ഇങ്ങനത്തെയൊക്കെ നമ്മൾ ഇതുവരെ പോയിട്ടൊന്നുമില്ല. ഞങ്ങൾ ആരും പോയിട്ടില്ല ഇതേവരെ. അതാണ് വേറെ കാര്യം. അവിടെ ഒരു സൈഡിൽ മൊത്തം ഒരുപാട് ആളുകൾ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അയ്യോ, അത് ഞങ്ങൾക്ക് കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അയ്യോ എന്ത് രസമായിരിക്കുന്നു. ഞങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെയോ ബഹളം കാണിക്കുന്നുണ്ട്. കുറേ ബോട്ടിങ്ങനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതും ഉണ്ട് കൊണ്ടുവരുന്നതും ഉണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ കണ്ട് ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. നല്ല വെയിലുണ്ടായിരുന്നുണ്ട്. ആ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വെയിൽ എന്താണെന്ന് പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ കിടന്ന് എൻ്റെ പൊന്നെ ഞങ്ങൾ എന്തൊക്കെയാണാവോ കാണിച്ചത്. കൂടെ നമ്മുടെ ഒരു ആശിക്കുട്ടനുണ്ടായിരുന്നു. അവൻ പിന്നെ എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കൂടെ അങ്ങ് നിൽക്കുന്നുണ്ട്. നമ്മുടെ കൂടെ അങ്ങ് ചേർന്ന് പോയിക്കോളും. അപ്പോൾ ഇവിടെ ഞങ്ങൾ ആരൊക്കെ പോയെന്ന് വെച്ചാൽ ഞാൻ, ഉണ്ണിക്കുട്ടൻ, ശ്രീകുട്ടി, പാറു, അതുപോലെ തന്നെ ശ്രുതി. ഞങ്ങൾ ഇത്രയും പേരായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഏകദേശം ഒരേ മെൻറ്റാലിറ്റി ഉള്ളതായതുകൊണ്ട് തന്നെ അടിച്ചു പൊളിക്കാൻ പറ്റിയ കേട്ടോ. സത്യമായിട്ട് അതായത് ഒരാൾ കുറച്ച് പുറകോട്ട് മാറി നിൽക്കുന്നതായിരിക്കും നമുക്ക് അങ്ങനെ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. എൻജോയ് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെയിം മെൻറ്റാലിറ്റി ഉള്ള കുറച്ചേരെ കൊണ്ടുപോകണം. അവിടെ ചെന്ന് അലമ്പും എല്ലാം ആയിട്ട് അടിപൊളിയായിരിക്കും. അങ്ങനെ താണ്ട് ഏകദേശം ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിവിടെയാണ് കേട്ടോ ഇറങ്ങേണ്ടത്. അപ്പോൾ ഈ ബോട്ട് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാലൂടെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഇനി അവിടെ ഇറങ്ങും. അവിടെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങേണ്ടത്. മൊത്തത്തിൽ പറഞ്ഞ ഇതിൽ അത്ഭുതം തന്നെ കേട്ടോ. കൊല്ലത്തൊക്കെ താമസിച്ചിട്ട് ഇത്രയും നല്ലൊരു പ്ലേസ് ഉണ്ടായിട്ട് ഇതേവരെ ഇവിടെ വരാൻ പറ്റിയില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. എങ്കിലും കുഴപ്പമില്ല, ഇവരൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് അത്ര എൻജോയ് ചെയ്ത് പോകാനും പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ആശിക്കുട്ടനും പാറൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഞങ്ങൾ പുറകെ ഇങ്ങനെ ലക്ഷ്യം വെച്ച് പോവാണ്. നല്ല തിരക്കുണ്ടായിരുന്നേ. എന്ന് വെച്ചാൽ അന്ന് നല്ലൊരു, എനിക്കൊന്ന് സൺഡേ എന്തോ ആയിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ പേര് അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ടില്ലേ. ശരിക്കും പറഞ്ഞാൽ വരാത്തൊരു മസ്റ്റായിട്ടൊന്ന് പോകേണ്ട ഒരു പ്ലേസ് ആട്ടോ. അതായത് ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞങ്ങൾ എത്രയും പേര് അങ്ങനത്തെ ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങുമല്ലോ കേട്ടോ. കുറേ പേര് കയറുന്നുണ്ട്, കുറേ പേര് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കുറേ ചേച്ചിമാരൊക്കെ താഴെ നിന്ന് ഇങ്ങനെ ശ്രുതി ഇറങ്ങാനായിട്ട് പോയ ശ്രുതി കേട്ടോ. അതാണ് കോമഡി. ഇറങ്ങാൻ നിന്ന ആൾ പിന്നെ ഓരോരുത്തരെ പിടിച്ച് കയറ്റാനായിട്ട് നിന്ന് അങ്ങനെ തന്നെ ഞങ്ങളവിടെ നിന്ന് ചിരിയായിരുന്നേ. കുറേ സമയം അങ്ങനെ തന്നെ നിന്ന് ഞങ്ങളിനി നേരെ തണ്ട വെള്ളത്തിന്. നല്ല രസമായിരുന്നു കേട്ടോ. ഫുൾ നനയൊക്കെ ചെയ്യും. പക്ഷേ അതൊക്കെ മൈൻഡ് ചെയ്യാൻ നിന്നാലും നന്നായിട്ട് എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ ഞങ്ങളിൽ ഓൾറെഡി വേറെ പാൻസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ വെള്ളത്തിൽ ശരിക്കും പറഞ്ഞാൽ പാറു, ശ്രുതിയും അതുപോലെ ശ്രീകുട്ടിയും നന്നായിട്ട് മുങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ അധികം മുങ്ങിയിട്ടില്ലായിരുന്നു. അവരൊക്കെ പകുതി വരെ മുങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആശിക്കുട്ടിനെ കൈ പിടിച്ച് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ അവർ ഫ്രണ്ടിൽ പോയി, ഞങ്ങളിങ്ങനെ പുറകെ പോവുകയാണ്. പിന്നെ അടിയിലാണെങ്കിൽ ഒരു ക്ലേ പോലത്തെ ഒരു മണ്ണാണ് അടിയിലായിട്ട്. അങ്ങനെ കുറേ പേരിങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഇതുപോലെ മറ്റേ പൈനാപ്പിളൊക്കെ ഇല്ലേ, പൈനാപ്പിൾ മാങ്ങയൊക്കെ ഇതുപോലെ ഒരു അമ്മ ഇതുപോലെ വെക്കുന്നുണ്ട്. അങ്ങനെ കുറേ പേര് വന്ന് അതും മേടിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് എത്ര രൂപയ്ക്ക് അത് മേടിച്ചെന്നില്ല ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം ഫുള്ള് ഞങ്ങളുടെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ ആദ്യം ഒരു 1500 രൂപയും കൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിയത്. അതായത് എന്തെങ്കിലും മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. വെള്ളത്തിൻ്റെ നടുക്കാകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു 1500 രൂപയും കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. ശരിക്കും പറഞ്ഞാൽ ചെന്ന് നിന്നത് ഓർമ്മയുണ്ട് 1500 രൂപ അവിടെ വെച്ച് തന്നെ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഓരോരുത്തർ ഫോൺ എടുത്ത് ഗൂഗിൾ പേ ചെയ്താണ് കേട്ടോ. അത്രയ്ക്ക് ഞങ്ങൾ അവിടുന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, അത് കഴിച്ചതിന് വേണ്ടി നമ്മുടെ ശ്രീകുട്ടി പിറ്റേ ദിവസം വയറുവേദനയൊക്കെ എടുത്ത് കിടപ്പുമായിരുന്നു. അതും വേറെ കാര്യം.
അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അതും കുറേ മേടിച്ച് കഴിച്ചു. വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കഴിക്കാൻ എനിക്കറിയത്തില്ല, വെള്ളത്തിലും കൂടി നിൽക്കുന്നതുകൊണ്ടായിരിക്കും അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ്. സാധാരണ ഇത് കഴിക്കാനൊക്കെ എടുത്താൽ അത്രയും കൊണ്ട് ടേസ്റ്റ് തോന്നാത്തതാണ്. ഇതുപോലെ മുളകും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് പൈനാപ്പിളൊക്കെ ഇട്ട് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ മാങ്ങയും ഉണ്ട്. എനിക്കാണെങ്കിൽ പല്ലിൽ കമ്പി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതൊന്നും അങ്ങോട്ട് കടിച്ച് പറിച്ച് പൊട്ടിച്ച് കഴിക്കാൻ പറ്റത്തുകൊണ്ട് തന്നെ ഞാൻ പെയ്യെ സമയം എടുത്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിൽ നമുക്കതൊന്നും മാറ്റി വെക്കാൻ പറ്റത്തില്ല, അല്ലാതുകൊണ്ട് തന്നെ അത് കഴിച്ചില്ല. ഇവിടെ ഒരാളതെല്ലാം കുടിച്ച് കഴിഞ്ഞ ശേഷം മുളകിൻ്റെ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. അത്ര അലമ്പാർന്ന് ഞങ്ങൾ അവിടെ കിടന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കേട്ടോ കുറച്ചുകൂടി തിരക്ക് കൂടി വന്നത്. കുറേ ആളുകൾ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ആ ഒരു വെയിലൊക്കെ ഒന്ന് മങ്ങി. പിന്നെ അതിനിടയ്ക്കിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് അലമ്പാക്കുന്നുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. ഒരാൾ മുങ്ങി പോകുന്നുണ്ട്, എന്നെ നിർബന്ധിക്കുന്ന വെള്ളത്തിൽ മുങ്ങാന്ന് പറഞ്ഞ് ഞാൻ മുങ്ങുന്നില്ല. കാരണം ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സും കൊണ്ടിട്ട് എനിക്ക് മുങ്ങാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. അതുകൊണ്ട് ആ സാമ്പ്രാണി ഐ ലവ് സാമ്പ്രാണിക്കൊടി എന്ന് എഴുതിയിരിക്കുന്നിടത്തുനിന്ന് ഫോട്ടോ എടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഞാൻ ചെന്ന് നിന്നപ്പോഴത്തേക്കിനെ കുറേ പേര് ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നാണം കെട്ട് പോയി എന്ന് കാണിക്കാതിരിക്കാനായിട്ട് ഞാൻ എന്തൊക്കെയോ ആക്ഷനൊക്കെ ഇടുന്നുണ്ട്. പിന്നെ അവസാനം അവിടെ നിന്ന് എനിക്കൊരു ഫോട്ടോസൊക്കെ കിട്ടി. ഫോട്ടോസൊക്കെ കിട്ടി, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ ഒരുമിച്ച് നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. അടിപൊളിയായിരുന്നു കേട്ടോ. പുറകിലായിട്ട് എന്തോ കമ്പൊക്കെ പോലത്തെ ഒരു സാധനമൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അത് എന്തോന്ന് അറിയത്തില്ല. അതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് മരക്കൊമ്പിലൊക്കെ ചാടി കയറി. അവിടെ ഇരുന്നും കുറേ അലമ്പൊക്കെ കാണിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പെയ്യെ ഇറങ്ങിയതല്ല, ഞങ്ങൾ ഇറക്കി വിട്ടതാണ് കേട്ടോ. സെക്യൂരിറ്റി വന്നിട്ട് വിസിലടിക്കാൻ തുടങ്ങി, എല്ലാവരും പോകുന്നു പറഞ്ഞിട്ട്. അങ്ങനെ കുറേ സമയം അവിടെ നിന്ന് വീണ്ടും വിസിലടി കൂടിയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഇനി അവിടെ ഇരുന്നാലും ഞങ്ങൾക്ക് അടിയെങ്കിലും കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിനി പ്ലാൻ വേറെ എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഐസ്ക്രീം കൂടി കുടിക്കണം. അതുകൂടി കഴിഞ്ഞാൽ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോകാം. ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ ഇറങ്ങി, അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അങ്ങനെ എൻ്റെ ബോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ കൊണ്ടാക്കുന്നതും ബോട്ട് തന്നെയാണ്, തിരിച്ച് കൊണ്ടുപോകുന്നതും ബോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ എൻട്രി ഫീ ഒരാൾക്ക് വരുന്നത് 150 റുപ്പീസാണ്. ശ്രീകുട്ടി പറഞ്ഞ മുമ്പ് ഇതിലും കുറവായിരുന്നെന്ന്, അപ്പോൾ ഇപ്പോഴാണ് ഇത്രയും കൂടിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഇതേവരെ സാമ്പ്രാണിക്കൊടി കണ്ടിട്ടില്ലാത്തൊരു മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അടിപൊളി പ്ലേസാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ ടൈം പറയാനാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് കേട്ടോ നമ്മുടെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം.